ഹേ ഗായ്സ്, അപ്പൊ നമുക്ക് വീണ്ടും സ്കൂളിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ. വീട്ടുമുറ്റത്തെ സാഹിത്യലോകം എന്നാണ് കേട്ടോ പ്രോഗ്രാമിന്റെ പേര്. സാറായിരുന്നേ വന്നേ. അപ്പൊ അതിന് മുന്നേ നമുക്ക് രാവിലെ ഒരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പന്തളത്തോട്ട് പോവാണേ. എന്നിട്ട് നമ്മൾ ശ്രീനന്ദയുടെ അടുത്തോട്ട് പോയി. അവിടുന്ന് നമുക്ക് രണ്ടുപേരൂടെ വരാനുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ വെറും 1 മണിക്കൂർ മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പൊ അത്രയും നേരം സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കാത്തിരുന്ന ആളെത്തി. പന്തളത്തുനിന്ന് വീണ്ടും നമുക്ക് അടുത്ത ബസ് കയറി കൊരമ്പാലയ്ക്ക് പോകണമായിരുന്നു കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പിലോട്ട് പോവായിരുന്നു. അങ്ങനെ സ്റ്റോപ്പ് നിന്നിട്ട് കുറെ നേരം നോക്കിയിട്ടും ഒരു വണ്ടി പോലും കണ്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഓട്ടോ കിട്ടിയപ്പോൾ അതിൽ കയറി പോയി. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. മീനാക്ഷിയുടെ വീട്ടിലാണ് പോയത്. നമ്മളുടെ സ്പെഷ്യൽ മീനാക്ഷിയുടെ വക കേക്ക് ആയിരുന്നു. അപ്പം എല്ലാവരും അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഫ്രെയിം സെറ്റ് ചെയ്യാൻ, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് മീനാക്ഷിയും ഒന്ന് പ്രിപ്പയർ ഒക്കെ ചെയ്ത് അപ്പം അവിടെ ഷൂട്ടിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ തീർക്കണമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്ത് 1-2 ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം സംസാരിച്ച് നിന്ന് നമ്മളൊരു 11:30 ആയപ്പോഴാട്ടോ അവിടെ ചെന്നേ. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ 1:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിനുള്ള കുട്ടികളെല്ലാവരും വന്നു കേട്ടോ. കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ വന്ന് അവരെല്ലാം അകത്ത് കയറി. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് അതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. സാർ എല്ലാത്തിനും ഭയങ്കര കാമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആൻസർ പറഞ്ഞു. 2 മണിക്കൂറായിരുന്നു പ്രോഗ്രാം. ആ 2 മണിക്കൂർ പോയത് പോലും അറിഞ്ഞില്ല. പിന്നെ മീനാക്ഷിയുടെ അനിയത്തി വീണയൊക്കെ വായിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ചു, സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാം സംസാരിച്ച് കൺക്ലൂഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോകാൻ സ്കൂൾ ബസ് ഉണ്ടായിരുന്നേ. പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നമുക്ക് അത്രയും മെമ്മറീസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സ്പെഷ്യാലിറ്റി നിറഞ്ഞതാണ് ഓരോ ഡേ ബൈ ഡേ. എല്ലാവരും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.